മനുഷ്യപുത്രനെ ഞങ്ങൾക്കു നൽകിയ മാതാവേ, നിൻ പാദപീഠം തേടി വരുന്നു നിന്നുടെ തനയ. മാതാവേ, ദൈവമാതാവേ, ദൈവപുത്രൻ്റെ അമ്മ മാനവരക്ഷയ്ക്ക് സ്വന്തം പുത്രനെ ബലിയായി നൽകുവാൻ കാൽവരിയോളം ആ പുത്രനെ വളർത്തി പാപികളായ നമുക്ക് വേണ്ടി രക്ഷപ്രദാനം ചെയ്യുവാൻ ത്യാഗം സഹിച്ച പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് വിശുദ്ധ ബെർണാർഡ് പറയുന്നത്, ഈ അമ്മയുടെ അരികിൽ നിന്നും മക്കൾ ഒരിക്കലും എങ്ങും നീങ്ങരുത്. കാരണം യഥാർത്ഥ രക്ഷകനെ പ്രദാനം ചെയ്യുന്ന കരുണാമയിയായ നാഥയാണ് പരിശുദ്ധ മറിയം. വീണ്ടും ബെർണാർഡ് പറയുന്നു, പരിശുദ്ധ മറിയത്തിൽ നിന്നും അകന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ശത്രുവിൻ്റെ കുരുക്കിൽപ്പെടും. പരിശുദ്ധ മറിയത്തിൽ നിന്നും അകന്നു പോകുന്ന കുഞ്ഞുങ്ങൾ ദുഷ്ടാരൂപികളുടെ പിടിയിൽപ്പെടും. അതെ, തൻ്റെ പൊന്നുമക്കളെ ചിറകിൻ കീഴിൽ ചേർത്തു വയ്ക്കുന്ന ദിവ്യസ്നേഹ സംരക്ഷണമാണ് പരിശുദ്ധ കന്യകാ മറിയം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ എന്ന്. അമ്മയുടെ ചിറകിന് കീഴിൽ നമുക്ക് അഭയം തേടാം. അമ്മയേകുന്ന സംരക്ഷണ കവചം നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം രക്ഷകനായ യേശുവാണ്. ആ യേശുവിലേക്ക് ഇതാ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുന്നു. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഇന്ന് നമുക്കായി മാതൃഗീതം പാടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ, തലശ്ശേരി അതിരൂപതയിലെ മേരിഗിരി എന്ന ഇടവകയിൽ എത്തിയിട്ടുള്ള ഒരു അമ്മയും കുഞ്ഞുമോളും. രണ്ടുപേരെയും നമുക്ക് ഹൃദയപൂർവ്വം ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് ഈ മാതൃസ്തുതി ഗീതങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രാർത്ഥനാപൂർവം ഗാനങ്ങൾ ശ്രവിക്കാം.
അമ്മയ്ക്കൊരുമ്മ ഞാൻ തന്നിടട്ടെ, ആ മടിത്തട്ടിലൊന്നിരുന്നോട്ടെ. അമ്മതൻ നെഞ്ചിലെ ചൂടേറ്റുറങ്ങാൻ കൊതിയേറെയുണ്ടമ്മേ. കഥനം നിറഞ്ഞോരൻ കരളിലെ നൊമ്പരം നീ തുടച്ചിടുകില്ലേ അമ്മേ. സ്വർലോകരാജ്ഞിയമ്മേ, നാഥേ മേരി മാതാവേ. കുഞ്ഞുമോളെ, കരുതലായി കാവലായി കൂടെയുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പ്രാർത്ഥനയാണ് മോളിവിടെ കാഴ്ചവെച്ചത് അമ്മയോട്. മോളുടെ പാട്ടിൻ്റെ പ്രത്യേകത അതാണ്, ഒരു പ്രാർത്ഥന പോലെ അത് ഹൃദയത്തിൽ അനുഭവമായി മാറുന്നു. കുഞ്ഞുമോളുടെ പേര്, പഠിക്കുന്ന വിദ്യാലയം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആൻമരിയ ഷാജി. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നേ? മേരിഗിരി ചെറുപുഷ്പം UP സ്കൂൾ. അപ്പോൾ ചെറുപുഷ്പം കൊച്ചുതറേസ്യയുടെ പേരുള്ള സ്കൂളല്ലേ? അവിടെ മോളുടെ പേര് ആൻമേരി. അന്ന ആരാണ്? അന്ന ആൻമേരി എന്ന് പറഞ്ഞ പേരില്ലേ? മേരി എന്ന് പറഞ്ഞ ആരുടെ പേരാ? മാതാവിൻ്റെ പേര്. അന്ന എന്ന് പറഞ്ഞാലോ? മാതാവിൻ്റെ അമ്മയുടെ പേര്. അപ്പോൾ ആ 2 പേരും ചേർന്നുള്ള ഒരു പേരാണ് മോക്ക് ഈശോ തന്നിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ മോള് നമ്മുടെ പേര്, മാമോദിസയ്ക്ക് നമുക്ക് തരുന്ന പേര്, ആ പേരുള്ള വിശുദ്ധനായിക്കൊള്ളട്ടെ വിശുദ്ധയായിക്കൊള്ളട്ടെ എപ്പോഴും നമ്മൾ പ്രത്യേക ശ്രദ്ധയോടുകൂടി കാവൽ നിൽക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധ അമ്മയും വിശുദ്ധ അന്നാമ്മയും ഒക്കെ മോക്ക് കൂട്ടുണ്ട്. ഇനി മോള് മാതാവിനോട് ഒത്തിരി ഇഷ്ടമാണോ? കൂടെ ആരായിരിക്കുന്നത്? അമ്മ. അമ്മ. ആ, ഈ അമ്മയെ ഈശോ തന്ന അമ്മയല്ലേ? അമ്മ മമ്മി എന്നാണ് വിളിക്കുന്നത്? അമ്മയാണ് വിളിക്കുന്നത്? അമ്മ. അമ്മ. ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആരാ? അമ്മ തന്നെ. അമ്മ തന്നെ പഠിപ്പിക്കൂല്ലേ? ആ, ഏതായാലും കണ്ടോ, മോളെ ഇവിടെ കൊണ്ടുവന്നു പാടിപ്പിക്കാനൊക്കെ അമ്മ കൂടെ വന്നു. അമ്മ പാടുവോ? അപ്പം നമുക്കിന്ന് അമ്മയുടെ പാട്ടും കൂടെ കേൾക്കണം. ഏതായാലും ഇനി മോൾക്ക് മാതാവിൻ്റെ എന്തെങ്കിലും കുഞ്ഞനുഭവങ്ങളൊക്കെ, കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ വളരുമ്പോൾ മാതാവിൻ്റെ സ്നേഹമുള്ള മക്കൾക്ക് ചില അനുഭവങ്ങളൊക്കെ മാതാവ് പ്രദാനം ചെയ്യാറുണ്ട്. മറന്നു പോകാത്ത കുഞ്ഞു മനസ്സിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഒരു മത്സരത്തിന് പോയപ്പം അവിടെ ചെന്നപ്പോ എനിക്ക് സ്വരാടപ്പായിരുന്നു. എന്തായിരുന്നു? സ്വരാടപ്പ്. ആ, സ്വരം അടഞ്ഞു പോയി. മത്സരത്തിന് ചെന്നപ്പോ സ്വരം അടഞ്ഞു പോയി. എന്നിട്ടോ? പിന്നെ പാടാങ്കടി കയറിനപ്പം അമ്മ എൻ്റെ ഒരു കൊന്ത തന്നു. ഏതമ്മ? അമ്മ. അമ്മ. ആ, കൊന്ത തന്നിട്ട് അമ്മ പറഞ്ഞു കൈ പിടിച്ചോണ്ട് പ്രാർത്ഥിച്ചോണ്ട് പാടിക്കോളെ. അങ്ങനെ പാടിയോ മോളന്നേരോ? ആ, അന്നേരം എൻ്റെ സ്വരോടൊപ്പെല്ലാം പോയി. സമ്മാനം കിട്ടി. ആ, സമ്മാനം കിട്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ നിഷ്കളങ്കമായ ശുദ്ധതയാർന്ന ഒരു കുഞ്ഞു സാക്ഷ്യം. അത് ചെറുതെങ്കിലും അതിന് വലിയൊരു മാധുര്യമുണ്ട്, അതിന് വലിയൊരു മധുരമയുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിഷ്കളങ്കമായ സ്നേഹത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ആ കുഞ്ഞ് പാടാൻ പോവുകയാണ്. അപ്പോഴാണ് സ്വാഭാവികമായി ഒരുപക്ഷെ സഭാകമ്പമാകാം, അല്ലെങ്കിൽ ഒരു ഉൾഭയപ്പാടാകാം, തൊണ്ടയിടറിപ്പോകുന്നു, ശബ്ദം നഷ്ടമാകുമ്പോൾ ഇതാ കൂടെ നിൽക്കുന്ന സ്വന്തം പെറ്റമ്മ അവൾക്ക് കൊടുക്കുന്ന ഒരു ബലമാണ്, നീ ഈ കൊന്ത പിടിച്ചുകൊള്ളുക, കൊന്ത പിടിച്ച് മോള് പാടിക്കൊള്ളുക. പ്രിയമുള്ളവരെ, കുഞ്ഞുനാൾ മുതലേ ജപമാല എന്ന ആ സ്നേഹ ആയുധം പരിശുദ്ധ അമ്മയുടെ ബലത്താൽ പാടുന്ന ഒരു ഉൾചിന്ത പങ്കുവെച്ചപ്പോൾ ആ കുഞ്ഞു വിശ്വാസത്തോടെ കരങ്ങൾ മുറുകെ പിടിച്ചു പാടി സമ്മാനം ലഭ്യമാകുമ്പോൾ ആ ചിന്തയെ ഒന്ന് വിപുലമായി ചിന്തിച്ചാൽ, അതെ, ഈശോ പറയുക, ഈ അമ്മയെ നീ സ്വീകരിച്ചു, നിനക്ക് സ്വർഗം വിജയം നേടുവാൻ, സ്വർഗത്തോളം വിജയം നേടുവാൻ, ജീവിത വിജയം നേടുവാൻ നിനക്ക് ഈ അമ്മ സഹായമായി ഭവിക്കും. സഹോദരങ്ങളെ, ഈ കുഞ്ഞു മനസ്സിൻ്റെ ചിന്തകൾ ഒരുപാട് വലിയ മനസ്സുകൾക്ക്
നന്മ നിറഞ്ഞ ഓർമ്മയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഈ അമ്മ ജീവിത വിജയത്തിലേക്ക് കരം പിടിച്ച് സ്വർഗത്തോളം വളർത്തും, ദൈവത്തോളം നമ്മെ ചേർത്ത് പിടിപ്പിക്കും. അമ്മയുടെ സ്നേഹഗീതികൾ പാടുവാൻ ഈ കുഞ്ഞുമോള് പാടി. ഇനി അവളെ പാട്ട് പഠിപ്പിച്ച അവളുടെ അമ്മയുടെ ഒരു ഗാനം കൂടി നമുക്ക് ശ്രവിക്കാം. നമുക്ക് തിരിച്ചു വരാം.
അമലേ, ഒരു മണിവിളക്കായി എനിക്ക് കാവൽ നൽകുന്നവളെ എന്നുള്ള ആ സംബോധന പരിശുദ്ധ മറിയത്തോട്, അമ്മയോട് ഒരുപാട് ഹൃദയ അർപ്പണം, ഒരുപാട് സ്നേഹം ഫീൽ ചെയ്തു ആ ഗാനം കേട്ടപ്പോൾ. ഒരു കുടുംബിനി എന്ന നിലയിൽ സാധാരണ ജീവിതത്തിൽ ഈ മാതാവിൻ്റെ സഹായം എങ്ങനെയൊക്കെയാണ് അനുഭവമാവുക? ഒന്ന് പങ്കുവയ്ക്കൂ. എനിക്ക് എല്ലാ മേഖലയിലും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. പാടാനുള്ള കഴിവ് തന്നു. 3 മക്കളുണ്ട്, മക്കൾക്ക് പാടാനുള്ള കഴിവ് തന്നു. ഒത്തിരി ദിവസം പ്രതി എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. മാതാവിൻ്റെ വലിയൊരു ഭക്തയാണ് ഞാൻ. മാതാവില്ലാതെ എനിക്കൊന്നുമില്ല. എവിടെ പോയാലും കൊന്ത എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് അത്രയും ഒരു വിശ്വാസമാണ് മാതാവിൽ. മാതാവ് മേടിച്ചു തരും. ഈശോയിൽ മകനിൽ നിന്നും മേടിച്ച് അമ്മ വഴി യേശുവിലേക്കുള്ള ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥം വഹിക്കണേ അമ്മേ, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഏത് വിഷമത്തിലൂടെയും ഏത് പ്രയാസത്തിലൂടെയും കടന്നു പോയാലും അതിനൊരു ഉത്തരവ് എനിക്ക് തന്നിട്ടുണ്ട് മാതാവ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ തലം അത് തന്നെയാണ്. ഏതു സഹനങ്ങൾക്കപ്പുറവും ദൈവത്തിൻ്റെ കൃപയുടെ ഒഴുക്കും അത് അനുഗ്രഹമായി മാറുന്ന അനുഭവം ഉണ്ടാകും. അതാണ് അതിൻ്റെ സത്യം. ഇനി എന്തെങ്കിലും ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കൂ. ഒരു കുഞ്ഞനുഭവം, ആൻമരിയെ പങ്കുവച്ചതുപോലെ എന്തെങ്കിലും ഒരു കുഞ്ഞനുഭവം. അതെൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒട്ടും സ്വരമില്ലാതെ വന്നപ്പോൾ മാതാവ് കൊന്ത ഞാൻ കൈ കൊടുത്തു. എനിക്ക് അപ്പടി വിഷമായി പോയായിരുന്നു. അവൾ കയറി പാടുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയും ഒരു വിഷമത്തിൽ അവൾ പാടിയത്. എന്നിട്ട് എ ഗ്രേഡ് ഫസ്റ്റോടെയാണ് അവൾ ഇറങ്ങി വന്നത്. അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം. അന്ന് അത് ഭയങ്കര ഒരു അനുഗ്രഹം. പിന്നെ എനിക്ക് സ്വന്തം അനുഭവം എന്ന് പറഞ്ഞാൽ, മോള് പാടാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അതെനിക്ക് സാധിച്ചു തന്നെന്ന് പറഞ്ഞാൽ, മോള് പഠിക്കുന്ന സ്കൂളിൽ ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. അവരെ കോമ്പറ്റീഷന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സിസ്റ്റർ എല്ലാ വർഷവും എനിക്ക് ഒരു പ്രസൻറ്റ് തരും. ആ പ്രസൻറ്റ് തരുമ്പം ഈ വർഷം എനിക്ക് തന്നത് ഒരു മാതാവിൻ്റെ ഒരു രൂപമാണ് തന്നത്. തിരുസ്വരൂപം തന്നു. അപ്പം സിസ്റ്ററിനോട് ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോക്ക് ഒന്ന് പാടാൻ ഒത്തിരി ഒരു ചാൻസ് എങ്ങനെയാണ് സിസ്റ്ററെ കിട്ടുന്നേ? സിസ്റ്റർ തെരേസ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ പറഞ്ഞു, നീ മാതാവിനോട് പ്രാർത്ഥിക്കടി എന്ന് പറഞ്ഞ ഈ മാതാവിനെ എൻ്റെ കയ്യിലേക്ക് തന്നത്. അന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് തിരികത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞപ്പം മോക്ക് സെലക്ഷൻ കിട്ടിയെന്ന് എനിക്ക് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം ഇങ്ങനെ മോള് പഠിക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാനാ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് അമ്മ ഒരു പാട്ട് പാടിക്കുകയെന്ന് പറഞ്ഞു. എന്നെക്കൊണ്ടും ഫോണിൽ കൂടെ 4 ലൈൻ പാടിച്ചു. എനിക്ക് ശരിക്കും എപ്പോൾ പാടിയാലും പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ പാടുന്നതാണ്. എന്നാലും എനിക്ക് അവിടെ കയറുമ്പം ഒരു സഭാകമ്പം, ഒരു പേടി, അത് കൂടപ്പുറപ്പായിട്ടുള്ളതാണ്. മാതാവിനെ ഞാൻ നോക്കിക്കൊണ്ട് പാടി എനിക്ക് ഒരു പേടിയില്ല. മാതാവിനെ ഞാൻ ഒന്ന് നോക്കിയാൽ മതി, എനിക്ക് ധൈര്യം തന്നു. അങ്ങനെ ഞാൻ പാടുന്നത്. അപ്പം പറഞ്ഞു പാടി. എനിക്കിവിടെ വരാനും മകളെ കൊണ്ടുവരാനും ഞങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ ഇരുന്ന് പാടാനും, പിന്നെ ഏതെങ്കിലും പാട്ടല്ലല്ലോ പാടുന്നത്, മാതാവിൻ്റെ പാട്ട് തന്നെ പാടണമെന്ന് പറഞ്ഞാണ് എനിക്ക് ഈശോയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നാണ് ഈ തൻ്റെ അമ്മ സുഹൃത സമ്പൂർണയായ ഈ മാതാവിനെ മക്കൾ മഹത്വപ്പെടുത്തണം. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവർ നിക്ഷേപം കൂട്ടിവെക്കും. അമ്മയെ ആരൊക്കെ മഹത്വപ്പെടുന്നുണ്ടോ അത് നമ്മുടെ പെറ്റമ്മയെ മാതാപിതാക്കളുടെ കടമകൾ ഉദ്ദേശിച്ച് അവിടെ പറയുന്നത്. പക്ഷേ ആ അവസ്ഥയിൽ തന്നെ ഈശോ പറഞ്ഞില്ല, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ തന്നെയാണ്. ഈ അമ്മയെ മഹത്വപ്പെടുത്തുന്ന വഴി സർവ്വ ലോകവും അമ്മയെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. തീർച്ചയായും ഈ കുഞ്ഞുമോളെയും കൂടി ഇവിടെ വന്ന് പാടി, ഇത് അനേകം പേർക്ക് ഇതൊരു ബലമാണ്, മാതൃകയാണ്. കുഞ്ഞുമോളെ ഇപ്പോഴും കൊന്ത മോളുടെ ജീവിതത്തിൽ, മോള് കൊന്ത ചെല്ലുന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ? മോള് എന്നും കൊന്ത ചെല്ലാറുണ്ടോ? ഏതായാലും അങ്കിള് ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും അങ്കിള് ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കാറുണ്ട്. ഏതായാലും മോളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എന്നും നിറവായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ ജപമാല ഇരുന്ന് കുഴപ്പമില്ല, കൈ കാണിച്ചാൽ മതി. എന്നും ചൊല്ലിക്കൊള്ളുക. പരിശുദ്ധ അമ്മ മോളെ എപ്പോഴും സഹായിക്കും. നല്ല പാട്ടുകാരിയായി ജനകോടികളെ ഈശോയ്ക്ക് വേണ്ടി നേടാൻ അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മക്കൾ ദൈവത്തിൻ്റെ ദാനങ്ങൾ. എൻ്റേതെന്ന് നമുക്ക് അവകാശപ്പെടാനില്ല. കാരണം നമ്മളൊക്കെ കാവൽക്കാരാ. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ, ലോകം മുഴുവൻ അനുഗ്രഹമായി മാറുവാൻ അവിടുന്ന് മക്കളെ സൃഷ്ടിക്കുന്നു.
ആ മക്കളെ നന്മയിൽ വളർത്തുവേണ്ട ദൗത്യം മാത്രമാണ് നമുക്കുള്ളത്. പ്രാർത്ഥനയിൽ, സ്നേഹത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ അവരെ വളർത്തുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം എന്നും നമുക്ക് തുണയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം ദൈവോന്മുഖമായി മാറുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം ഞങ്ങളിതാ ഈശോ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളെ അവിടുത്തെ തിരുഹൃദയത്തിൽ സൂക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, നല്ല അമ്മേ, എപ്പോഴും തുണയും കാവലുമായി അമ്മ ഞങ്ങളെ നയിക്കണമേ. ആമേൻ.